ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത് വിഷുവിൻ്റെ തലേന്നത്തെ ദിവസമാണ് കേട്ടോ. ഞാൻ പതുക്കെ സംസാരിക്കുന്നതുകൊണ്ട് എന്തോരം വോയിസ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ തലേന്നത്തെ ദിവസം ചെറിയൊരു കുട്ടിയൊരു വ്ളോഗ് എടുക്കാവേ. അൺബോക്സിങ്, പടക്കം അൺബോക്സിങ്. ഇത് പതിയെടുത്ത് ഗുണ്ടൊക്കെ ഉണ്ട്. ഇതെന്തുവാ ഗുണ്ട്? വേറെ കാണിച്ചേ. ഇത് ഓലപ്പടക്കോ? ഇത് ഫ്രീ തന്നതാ. ആണോ? അതെന്തുവാ? പൂക്കുറ്റിയാ? ഇത് മറ്റേ മത്താപ്പല്ലേ? മത്താപ്പല്ല, പൂക്കുറ്റി അല്ലേ? പൂക്കുരവ. ഇത് പുതിയ ഐറ്റം. അതെ, ഇനി അടുത്ത ഇത് മറ്റേ ചക്രം അല്ലേ? ചക്രം. അതെന്തുവാ? രാത്രി കത്തിക്കുമ്പോ നല്ലതാൻ പറഞ്ഞു. രാത്രി കത്തിക്കാൻ പറഞ്ഞു. ഇതും പൂക്കുരവയാ അല്ലേ? വ്യത്യാസം ഉണ്ടോ അല്ലേ? പിന്നെന്തൊക്കെയുണ്ട്? പാളിപ്പടക്കം അല്ലേ? പണ്ട് ഞാൻ പറഞ്ഞ പാൽപ്പടക്കം. ഇതെന്തോ? തുറക്ക് ചൈനീസ് എന്നൊക്കെ പറഞ്ഞിട്ട് തുറക്ക് അങ്ങോട്ട്. മറ്റേ ഇത് കടുക് അല്ലേ? വെറൈറ്റി ഒന്നുമില്ല. വെറൈറ്റി ഇതെന്താ സാധനം? ചിത്രശലഭമൊക്കെ ഉണ്ടല്ലേ? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കത്തിക്കണം. ലെറ്ററാകുന്നുണ്ട്. ചക്രത്തിന്റെ അടുത്ത്. ഇതും വേറൊരു ടൈപ്പ് അല്ലേ? വേറൊരു ടൈപ്പ് ചക്രം. എന്താണ്? ഉണ്ടാ? ഫസ്റ്റ് അല്ലേ ഈ വർഷത്തെ ആദ്യത്തെ പടക്കം, ആദ്യത്തെ കമ്പിത്തിരി. കത്തതില്ല. കറക്ക്. മറ്റേ ലാത്തിരി പൂത്തിരി പാട്. ലാത്തിരി പൂത്തിരി. ലാത്തിരി പൂത്തിരി. വേവു. കറക്കിക്കേ. അങ്ങനെ ഉച്ചക്കത്തെ കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച്. പിന്നെ ഇത് രാത്രിയായി കേട്ടോ. രാത്രി ആയപ്പോഴത്തേക്കും ദേവൂട്ടിയാണെങ്കിൽ സന്ധ്യയ്ക്ക് കിടന്നുറങ്ങിയിട്ട് എണീറ്റിട്ടില്ല. കുത്തിപ്പൊക്കുവാണ് കേട്ടോ പടക്കം പൊട്ടിക്കണം. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ. ആളാണെങ്കിൽ ഇപ്പോൾ 8:30 9 മണി ആകാതെ എന്നിട്ടും എണീക്കുന്നില്ല. കുത്തി പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നാൾക്ക് നല്ല ഉറക്ക ക്ഷീണം കേട്ടോ. അങ്ങനെ ഏട്ടൻ്റെ മടി കിടന്ന് ദേവി വീണ്ടും ഉറങ്ങുന്നു, എണീക്കുന്നു. അങ്ങനെയാണ് കേട്ടോ. അത് ഒരുവിധമൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കി എണീപ്പിച്ചു കേട്ടോ. എന്നിട്ട് ദേവി മുറ്റത്ത് കൊണ്ടുവന്ന് കമ്പിത്തിരി വീണ്ടും അവന് ഒരു കമ്പിനകത്തൊക്കെ വെച്ച് കൊടുത്ത് കത്തിക്കാൻ വേണ്ടി കൊടുത്തു കേട്ടോ. പിന്നെ ഓലപ്പടക്കം പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേട്ടപ്പോൾ ആളങ്ങ് പേടിച്ചു പോയി. പിന്നെ ആളങ്ങ് നിലത്തോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു. ഭയങ്കര പേടിയായിട്ട് ഞങ്ങളുടെയൊക്കെ മേത്തൊക്കെ കയറിയിരിക്കുമായിരുന്നു കേട്ടോ. പേടിയാ. നോക്കിക്കോടാ.
തീക്കോട്ട് നോക്കൂ. കഷ്ടം. കിട്ടിയോ? അയ്യോ ലൈൻ കമ്പി കമ്പി. നമ്മുടെ കമ്പിയായി. ഒരു വെറൈറ്റി സാധനമാണ് കേട്ടോ. ഇതിപ്പോൾ ആദ്യമായിട്ട് കത്തിക്കുക. ഇത് ആ ചേട്ടൻ നമുക്ക് ഫ്രീ തന്നെ. അപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കാം കേട്ടോ. കൊള്ളാം. ദേക്കുട്ടാ കൊള്ളാം. ഹായ്. ഇപ്പം തന്നെ സമയം ഒത്തിരി വൈകി കേട്ടോ. ഏകദേശം ഒരു 12 മണിക്ക് അടുത്തായി. അപ്പോൾ ഇനി കണി ഒരുക്കണം. അപ്പോൾ എന്തായാലും പൊതുവെ കണിയൊക്കെ ഒരുക്കുന്ന ചേട്ടനാണ്. അപ്പോൾ ദേ ചേട്ടൻ കണിയൊക്കെ ഒരുക്കാനുള്ള പണിയിലാണ് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങളുടെ കണിയുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബേസിനുള്ളതായിട്ടുള്ളൂ. ഇനി ഇരിപ്പുണ്ട് ഒത്തിരി ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ. അതപ്പോൾ അപ്പുറത്തെ പാത്രത്തിലൊക്കെ വെക്കണം. അപ്പോൾ അതേ അമ്മ ദേ വീട്ടിൽ നാളത്തേക്കുള്ള ഒക്കെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ കൂടെ ദേവക്കുട്ടനും ഉണ്ട് കേട്ടോ. ദേവക്കുട്ടൻ അല്ലെങ്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് വേറെ ഒന്നും വേണ്ട, വെള്ളത്തിൽ കൈയിട്ടോണ്ടിരിക്കും കേട്ടോ. ഉറങ്ങാം ദേവു, നമുക്ക് ഉറങ്ങാം. വേണ്ടേ? ഇങ്ങോട്ട് നോക്കിക്കേ, ഉറങ്ങാം നമുക്ക്. അതെന്താണ് അതെന്താ വേണ്ടാത്ത? ഒരു ഹായ് പറഞ്ഞേ. ഹായ്. എന്തെടുക്കുവാ കുഞ്ഞ്? എന്നെ എടുക്കുവാ? അച്ചാമ്മയെ സഹായിക്കുവാണോ? കറിക്കുള്ള അരിയുവാണോ? ആണാ ദേവു? ആണാ? ആ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ കണിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പോയി കിടന്നുറങ്ങുന്നതിന് വെളുപ്പിനെ കണിയാണ്. ബാക്കി വ്ളോഗൊക്കെ നമുക്കിനി നാളെ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.